മക്കള് തിന്ന പാത്രാണ് കഴുകിയേക്കൂല. കഴുകിയേക്കാതെ പൊയ്ക്കും. ആരെ ബെല്ലടിക്കണു? അമ്മ എന്താ പതിവില്ലാത്തൊരു വരവൊക്കെ? അത് ഈ മയത്ത് എന്താ എന്റെ അടുത്തേക്ക് വരാനിക്ക് എന്നോട് പറഞ്ഞിട്ട് വേണോ? നേരം കാലൊക്കെ നോക്കിട്ടപ്പ വരവ്. ആ ഇന്ന കാലം ഇങ്ങോട്ട് വരൊക്കെ വേണ്ടി വരും. നിങ്ങൾ ഇരിക്കി. ആ ഇന്ന് വന്നാലല്ലേ ഇപ്പൊ എന്നെ കാണാൻ പറ്റുള്ളൂ. നല്ല മഴയാണ് പുറത്ത്. നിങ്ങൾ എങ്ങനെ വന്നേ? ഞാൻ ബസ്സിനാ വന്ന്. ബസ്സിനാ? ബസ്സിനൊക്കെ തൂങ്ങി പിടിച്ച് വരുന്നേക്കായി നല്ലതൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരികയല്ലേ നിങ്ങക്ക്? ആ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചു വരണമെന്നുണ്ടെങ്കിലേ കുറച്ചൊന്ന് പൈസ വേണം ഇങ്ങണ്ട്. ആയിക്കും നല്ല നമ്മള് മറ്റന്നാട് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അന്ന് ഇറങ്ങാം. അപ്പൊ ഞാൻ ബസ്സിനോട് പോകുന്നു. കുട്ടികളെവിടെ? ഓര് പോയി. ഒരു രണ്ടാളും ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന് പോയതാ. ആയിട്ടങ്ങൾക്ക് ഈ ഞായറാഴ്ചയെങ്കിലും നമുക്കൊരു ഒഴിവ് കൊടുത്തൂടെ? എന്നാ എന്താ ഈ പറയണേ? മക്കള് രണ്ടും പഠിക്കൂലേ, പഠിപ്പിനൊക്കെ പിന്നാക്കയക്കണ്. ഏത് നേരം ഈ ഫോണുമല്ലേ കളി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അടുത്തുള്ളൊരു ടീച്ചർ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളില്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി എന്നിട്ട് അങ്ങനെ പറഞ്ഞയച്ചതാ. ഞാൻ ഐറ്റിങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് പോവാച്ചിട്ട് വന്നതേ. അപ്പോത്തിന് ട്യൂഷൻ പറഞ്ഞയച്ചിട്ടു. ആ ഐറ്റങ്ങൾ വന്നിട്ട് പോയാ മതിയല്ലോ, എന്തത്ര ധൃതി. ഇതേതാ അബായ? നല്ല രസമുണ്ടല്ലോ. ആ ഇതിപ്പോ എടുത്താടി. ഞാൻ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ എടുത്ത്. അപ്പൊ അതിന് പോയിങ്ങാണ്ട് നേരെ എന്റെ അടുത്തേക്ക് വന്നതാണ്. ഞാൻ ചായ എടുക്കാം. കൊന്റെ തുള്ളി വെള്ളം എന്നാ. ഒരു പേരെയും വാടകക്ക് എടുത്തുങ്ങാണ്ട് അതിൽ ഇങ്ങനെ നിക്ക. നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നോ? അല്ല എന്താ എന്റെ വിചാരം? എന്താണ് കാര്യം? അനക്ക് ഇങ്ങനൊക്കെ നടന്നാ മതിയോ? എന്താപ്പ ഞാൻ നടക്കണേന് കുഴപ്പം? എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാവണ പോലെ പറയ്. എന്താണ് കാര്യം? എന്റെ ഈ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് കുട്ടിയെ? നമുക്കൊരു കല്യാണം ഒന്നും വേണ്ടേ? ആ കല്യാണക്കാരി ഇക്കാരല്ലേ, അതാണ് ഇങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുന്നത്. അങ്ങനെ കൊടുന്നപ്പോ തന്നെ തോന്നിക്കണ്. പിന്നെ നിങ്ങളെ പതിവില്ലാത്തൊരു വരവും. എന്തിനാ ഇമ്മ വെറുതെ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത്? നിങ്ങക്ക് വരണോ? ഇനിയും കുട്ടികളെയും കാണണോ? കണ്ടുങ്ങാണ്ട് പൊയ്ക്കോളി, അല്ലെങ്കിൽ 2 ദിവസം നിന്നിട്ട് പൊയ്ക്കോളി. അല്ലാതെ ഈ കാര്യം പറഞ്ഞുങ്ങാണ്ട് ഉമ്മ വരണ്ട. അത് ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇക്ക അത് കേൾക്കണ ഇഷ്ടല്ല. ഇക്ക അതിനോട് താല്പര്യം ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയേക്കണ് എന്നെ പറ്റിയിട്ട്. നാട്ടുകാര് നിങ്ങളോട് ചെല്ലി, ഞാനോട് വരാം. ഞാൻ എന്തേലും പറഞ്ഞാ എനക്ക് പറ്റൂലല്ലോ. ഇമ്മ ഓരോരുത്തരെ വാക്കും കേട്ടുങ്ങാണ്ട് ഇങ്ങനെ വരും. ഇതാണ് ഉമ്മാനൊക്കെ വിളിക്കാനും ഇങ്ങോട്ട് വരാൻ പറയാനൊക്കെ മടി. ഇല്ലാത്തൊരു കഷ്ടാണ്. ഇതാ ചായ കുടിക്ക്. പിന്നെന്താ, കുഞ്ഞോളും കുട്ടികളൊക്കെ ഉണ്ടാ അവിടെ? ഇല്ല, ഓൻ വരികയല്ലേ, അപ്പൊ ഓള് വന്നിട്ടില്ല. ആ ഓൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിന്നല്ലോ. എന്നാ വരുന്നേ? എന്നാണെന്നൊന്നും തീരുമാനമായിട്ടില്ല തോന്നുന്നുണ്ട്. ആ ഓളെ കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ഓള് പറഞ്ഞീന്ന്. എന്നാണാവലെ പോണതൊക്കെ? ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല, പോവുണ്ട് പറഞ്ഞീന്ന്. അനക്ക് വിളിച്ചീന്നാ? ആ ഇക്ക് വിളിക്കലുണ്ടോള്. എന്നാപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ തോന്നുന്നുണ്ട് ഒന്ന് വിളിച്ചീന്ന്. പിന്നെ ഇക്ക് ഒഴിവില്ലല്ലോ, അതാ ഓള് വിളിക്കാത്തത്.
ഇന്നിപ്പോ ഒരു ഞായറാഴ്ചയാണ്. ഇന്നിപ്പോ പേരന്റെ ഉള്ളിലുള്ള ഇല്ലാത്ത പണിയോളില്ല. ഇജെന്തിനാ പണിക്കോണത്? പിന്നെ പണിക്ക് പോവാതെ പിന്നെ എന്റെ കുട്ടികളും കാര്യങ്ങളും പിന്നെ എങ്ങനെ നടക്കല്? ഞങ്ങക്ക് ജീവിക്കൊന്നും വേണ്ടേ? പോലും മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ പേരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. ഇത് ഞാൻ പറഞ്ഞ കാര്യം എന്താ എന്റെ തീരുമാനം? ഇനി ഒരു കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയല്ലിമ്മ. ഒന്നാമത്തെ കല്യാണത്തിലോ ഞാൻ നല്ല അനുഭവിച്ചിരിക്കണ്. എനിക്ക് ഇനി വെയ്യായിട്ടാണ് ഇനി രണ്ടാമതൊരു കല്യാണം. ഇനി രണ്ടാമത് കല്യാണം കഴിച്ചാൽ എന്റെ കുട്ടികളെ പോലും നോക്കുന്ന എന്താ അത്ര ഉറപ്പ്? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്ത? എന്റെ മക്കളെ കാര്യങ്ങൾ എനിക്ക് അറിയണ്ടേ? ഞാൻ നോക്കേണ്ട പോലെ കാര്യങ്ങൾ എനിക്ക് മാത്രം സുഖമായാ മതിയോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ ഇതൊന്നും പറഞ്ഞു വരില്ലിമ്മ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് അത്. നിങ്ങൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പറയല്ലേ. ഇതാണ് നിങ്ങൾക്ക് വിളിക്കാൻ തന്നെ മതി. ഇജ് പറയണ പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇജ് ഇങ്ങനെ പണിക്കും അവിടക്കും ഇവിടക്കും കടയൊക്കെ പോണാണിട്ട് നാട്ടുകാര് അതും ഇതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നാട്ടുകാരെ ചെലവിലല്ലല്ലോ ഞാൻ ജീവിക്കണത്. ഞാൻ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചിട്ടല്ലേ ഞാൻ ജീവിക്കണത്. പിന്നെ എന്തിനാ ഈ നാട്ടുകാര് പറഞ്ഞത് ഞാൻ കേക്കണത്? നിങ്ങളെ അഞ്ചത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ തൊഴിലുറപ്പിനൊക്കെ പോയപ്പോ? നിങ്ങൾ ഒരുമിച്ചാണല്ലോ തൊഴിലുറപ്പിനൊക്കെ പോണത്. അപ്പൊ ഓല് പറഞ്ഞിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ട്. നിങ്ങൾ ഓരോരുത്തരെ വാക്കും കേട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് എന്റെ കുടുംബങ്ങൾ പറഞ്ഞതാണ് ഇപ്പൊ നമുക്ക് കുഴപ്പല്ലേ? ഇജ് പോണേന് ഇക്കും ഉണ്ടല്ലോ മോശത്തരാം. മാപ്പിള മരിച്ചിട്ട് ആകെ 2 കൊല്ലായിട്ടുള്ളു. അപ്പൊ ഇതിനോള് പണിക്ക് പോവാണ്. അനക്ക് അവിടെ വന്ന് നിന്നാൽ എന്താ വരിക? ഈ ഒരു പേരെ എടുത്തുങ്ങാണ്ട് ഒറ്റക്ക് നിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണത്? ഞാനിങ്ങനെ അവിടെ വന്ന് നിക്കല്? ഓനും ഓന്റെ പെണ്ണുങ്ങളൊക്കെ ഇല്ലേ അവിടെ? പിന്നെ എങ്ങനെ ഓലിടയിൽ ഞാൻ വന്ന് നിക്കുക? ഓൽക്ക് കാലാകാലം പിന്നെയും കുട്ടികളെ നോക്കാൻ പറ്റുമോ? ഓൽക്കുല്ല മക്കളൊക്കെ, ഓൽക്കുല്ല അതിൻ്റെതായ ചെലവും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എങ്ങനെ മാണ്ട് വരും? നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? നല്ലൊരു ബന്ധം ആ മമ്മൂട്ടി കൊടുന്നിക്കണ്. അത് പറയാനും കൂടിയാ ഞാൻ അങ്ങോട്ട് വന്നത്. നല്ല ആലോചനയാണ്. അന്റെ ജീവിതല്ലേ, എനിക്ക് അന്റെ ജീവിതം നോക്കണ്ടേ? എനിക്ക് നിങ്ങളോട് ഇതിനെ പറ്റി ഒന്നും പറയാല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇവിടുന്ന്. ഞാൻ ഇത് പറയാനും ഞാൻ എന്റെ അടുത്തേക്ക് വന്നത്. നല്ലൊരു ആലോചനയാണ്. അണക്കാവൊന്നും വേണ്ടെങ്കിൽ ഇജ് അവിടെ ഇരുന്നോ. ഇജ് എന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ. ഞാൻ പോവാണ്. എനിക്ക് ബേജാറാൻ എന്റെ കാലശേഷം എനിക്ക് ആരാ ഉണ്ടാവാന്ന് ആലോചിച്ചിട്ടാ. നിങ്ങളെ കാലശേഷല്ലേ? ഇന്റെക്ക് ഒരു ആൺകുട്ടിയാണ് വളർന്നു വരുന്നത്. ഓ നോക്കിക്കോളൂ ഇന്നെ. പിന്നെ ഞാൻ പണിയെടുക്കണുണ്ടല്ലോ. എനിക്ക് ആ പേടിയൊന്നുമില്ല. ഇത് പഴയ കാലൊന്നുമല്ല. ഇപ്പത്തെ കാലത്ത് ഒരു പെണ്ണും പട്ടിണി എടുക്കൂല. എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ബേജാറായിങ്ങാണ്ട് നിങ്ങൾ ഓരോരുത്തരെ വാക്ക് വിശ്വസിച്ച് ഇതാക്കിയാണ്ട് വരണ്ട അമ്മ. എനിക്ക് എന്റെ കുട്ടികളെ കാര്യങ്ങളില്ലേ? ഐറ്റങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. ഇനിയിപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആളിന്റെ കുട്ടികളെ നോക്കുന്ന എന്താ ഉറപ്പ്? ഒരു ഉറപ്പും ഇല്ലല്ലോ. ഐറ്റങ്ങൾ വലുതാവോളെങ്കിലും ഞാൻ ഐറ്റങ്ങളെ നോക്കി ഓരോരു കരക്ക് എത്തോളം ഓലെ നടക്കട്ടെ. ഈ എന്താച്ച കാട്ടിക്കോ, ഞാൻ പോവാണ്. നിങ്ങൾ പോണ്ടമ്മ. ഞാൻ നിക്കണില്ല. ഇജ്ജ് എന്ത് പറഞ്ഞാലും നിക്കണില്ല. ഇനി നിക്കാനും വരുന്നില്ല, ഇരിക്കാനും വരുന്നില്ല. ഇജ്ജ് എന്റെ മക്കളും എന്റെ പാടായി. ഞാൻ പോവാ. ഇമ്മ നിങ്ങള് പോവില്ലേ? ഇമ്മ ഇങ്ങനെ തന്നെയാണ്. മാസം മാസം വരും, അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോ വരും കല്യാണം കഴിഞ്ഞിട്ട്. അതിന്റെ മനസ്സിൽ ബേജാറോടെ തന്നെയാണ്. പക്ഷെ ഉമ്മാക്കട് പറഞ്ഞാ മനസ്സിലാവൂല്ല. ഒറ്റക്ക് ജീവിക്കുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്തായാലും ഒരു 10-15 കൊല്ലം ഞാന് അയാളൊപ്പം നിന്നീലെ. എന്നിട്ടും എന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇമ്മ പിന്നെ രണ്ടാമതൊരു കല്യാണത്തിന് വരാതിരിക്കൊന്നുമില്ല. വരിക്കാരം അങ്ങനെ എത്ര വട്ടം തെറ്റി പോയതാ. ചായ കുടിച്ചിട്ടില്ല.